നഗരം, തണുത്തുറഞ്ഞൊരു വൈകുന്നേരം. ഓഫീസിലെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് തൻ്റെ ഫ്ലാറ്റിലേക്ക് മടങ്ങിയെത്തുകയാണ് ബദ്രി. ഇപ്പോഴത്തെ ട്രെൻഡിങ് നായകന്മാരെ പോലെ കട്ട ലുക്കുള്ള ഒരു ഹാൻസം ചെറുപ്പക്കാരനാണവൻ. നല്ല ഉയരമുള്ള ശരീരം, ഭംഗിയായി ഡ്രീം ചെയ്ത താടിയും മീശയും, പെൺകുട്ടികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ആ ടൈപ്പ് ലുക്ക്. പക്ക ന്യൂജൻ ചിന്തകളും മോഡൽ ലൈഫ് സ്റ്റൈലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ബദ്രി. പെട്ടെന്നാണ് ടേബിളിൽ ഇരുന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. സ്ക്രീനിൽ അമ്മ എന്ന് തെളിഞ്ഞതും ബദ്രി ഒരു ചിരിയോടെ ഫോൺ എടുത്ത് കാതിലേക്ക് വെച്ചു. ഹലോ അമ്മ, ബദ്രി വിളിച്ചു. ഡാ ബദ്രി, നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു? നീ റൂമിലെത്തിയോടാ? ആഹാരമൊക്കെ സമയത്തിന് കഴിക്കുന്നുണ്ടോ നീ? അവിടെ നല്ല തണുപ്പാണോ മോനെ? ഭവാനി അമ്മയുടെ ശബ്ദത്തിൽ മകനെക്കുറിച്ചുള്ള എല്ലാ അന്വേഷണങ്ങളും ഉണ്ടായിരുന്നു. ആ അമ്മ, ഞാൻ ഇപ്പോൾ റൂമിലെത്തിയുള്ളൂ. കാപ്പിയൊക്കെ കുടിച്ചു. ഇവിടെ നല്ല തണുപ്പാണമ്മ. അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? അമ്മ ഗുളികയൊക്കെ സമയത്തിന് കഴിക്കുന്നില്ലേ? പ്രഷറും ഷുഗറൊക്കെ വീണ്ടും പോയി ചെക്ക് ചെയ്തോ? ബദ്രി അമ്മയുടെ വിശേഷങ്ങൾ തിരിച്ചും ചോദിച്ചു. എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലടാ. നീ അടുത്ത മാസം നാട്ടിലോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ലീവൊക്കെ ശരിയായോ? നിനക്കിപ്പോൾ എത്ര വയസ്സായി എന്ന ബോധം വല്ലതും ഉണ്ടോ എൻ്റെ കുട്ടിയെ? 29-നുള്ളിൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ നിൻ്റെ മംഗല്യയോഗം ഇപ്പോഴൊന്നും ഇല്ലെന്നാ ഇന്നലെ കൂടെ നിൻ്റെ ജാതകം നോക്കിയപ്പോൾ പണിക്കർ പറഞ്ഞത്. നിനക്ക് എന്നെക്കുറിച്ചൊരു ചിന്തയില്ലല്ലോടാ. അമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? അമ്മയുടെ സ്വരത്തിൽ പതുക്കെ പരാതി നിറഞ്ഞു. ഓ, ഒന്ന് നിർത്തേൻ്റെ അമ്മേ. എപ്പോൾ വിളിച്ചാലും ഈ ഒരു ജാതകവും ദോഷവും മാത്രമേ ഉള്ളൂ അമ്മക്ക് പറയാൻ. അവൻ നെറ്റിയിൽ കൈവച്ച് കൊണ്ട് പറഞ്ഞു. ഇപ്പോഴത്തെ കുട്ടികളോട് എന്ത് പറഞ്ഞാലും ഒരു വിശ്വാസവും വരുന്നില്ലല്ലോ എൻ്റെ കൃഷ്ണ. ഭവാനി അമ്മ ദേഷ്യത്തോടെ പിറുവിറുത്തു. ഓ, ഇനി അതിൻ്റെ പേരിൽ പിണങ്ങണ്ട. ഞാൻ അടുത്ത മാസം ലീവ് ശരിയാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് വരാം. ഇവിടുത്തെ കുറച്ച് പ്രൊജക്റ്റ് അർജൻറ്റായിട്ടുള്ളത് തീർത്തു കൊടുക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം, പോരെ? അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ബദ്രി പറഞ്ഞു. മകൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോഴാണ് ഭവാനി അമ്മയ്ക്ക് ശ്വാസം നേരെ വീണത്. അവർ സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്തു. ഭവാനി അമ്മ പിറ്റേന്ന് രാവിലെ പതിവ് പോലെ അമ്പലത്തിലേക്ക് പോയി. മനസ്സ് നിറയെ തലേ ദിവസം മകൻ പറഞ്ഞ ആ കാര്യങ്ങളായിരുന്നു. അവൻ നാട്ടിലേക്ക് വരുന്നതും അവനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കുന്നതൊക്കെ സ്വപ്നം കണ്ടു നടക്കുകയാണ് നമ്മുടെ ഭവാനിയമ്മ. അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് നടപ്പാതയിൽ വെച്ച് നാട്ടിലെ ബ്രോക്കർ മോഹനനെ കാണുന്നത്. മകൻ നാട്ടിലേക്ക് വരാൻ സമ്മതിച്ച സന്തോഷം ഭവാനി അമ്മയുടെ മുഖത്തുണ്ടായിരുന്നു. മോഹനനെ കണ്ടതും ഭവാനി അമ്മയുടെ അടുത്തേക്ക് വിളിപ്പിച്ചു. മോഹന, ഒന്നിങ്ങ് വന്നേ. എന്താ ഭവാനി അമ്മേ, നല്ല സന്തോഷത്തിലാണല്ലോ ഇന്ന്? ഉണ്ട് മോഹന, എൻ്റെ ബദ്രിമോൻ അടുത്ത മാസം നാട്ടിലേക്ക് വരിക. ലീവൊക്കെ ശരിയായിട്ടുണ്ട്. അവൻ വന്നാൽ ഉടനെ എനിക്കൊരു പെണ്ണ് കാണൽ ചടങ്ങ് അങ്ങ് നടത്തണം. അവന് പറ്റിയ നല്ലൊരു കുട്ടിനെ നോക്കണം. നല്ല നന്മയുള്ള, കുടുംബം നോക്കാൻ അറിയുന്ന ഒരു കുട്ടിയായിരിക്കണം. പൊന്നും പണവും ഒന്നും വേണ്ട, നല്ല കുട്ടിയായാൽ മതി. നിന്റെ കയ്യിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഭവാനി അമ്മ ചോദിച്ചു. അതിനെന്താ ഭവാനി അമ്മേ, ബദ്രിക്ക് പറ്റിയൊരു കുട്ടി എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഇന്ന് തന്നെ പോയി ആലോചിക്കാം. മോഹനന് ഉറപ്പ് നൽകി. ഭവാനി അമ്മ ഏൽപ്പിച്ച ആ വലിയ ഉത്തരവാദിത്വവും മനസ്സിൽ വെച്ച് മോഹനൻ നേരെ ആ വീട് ലക്ഷ്യമാക്കി നടന്നു. നാട്ടിൻപുറത്തെ ആ ചെറിയ വീടിൻ്റെ ഉമ്മറത്ത് അച്ചു തിരക്കിലാണ്. വെറും 22 വയസ്സ് മാത്രമാണ് അശ്വതി എന്ന അച്ചുവിന്. കാണാൻ നാട്ടിൻപുറത്തിൻ്റെ മുഴുവൻ ഐശ്വര്യവും ഒത്തുചേർന്നൊരു സുന്ദരി പെണ്ണ്. നീളമുള്ള മുടിയും നിഷ്കളങ്കത നിറഞ്ഞ വലിയ കണ്ണുകളുമുള്ള ഒരു പക്കാ നാടൻ പെൺകുട്ടി. പഠിക്കാൻ ഒത്തിരി മിടുക്കിയായിരുന്നു. ഒരു ടീച്ചറാകണമെന്ന വലിയ ആഗ്രഹം വീടിൻ്റെ ആ സാഹചര്യങ്ങൾ കാരണം അവൾക്ക് മാറ്റിവെക്കേണ്ടി വന്നു. എങ്കിലും തളരാതെ കുട്ടികൾക്ക് ട്യൂഷനും എടുത്തും വീട്ടിലെ പശുക്കളുടെ പാല് വിറ്റുമൊക്കെയാണ് അവൾ ആ കുടുംബം നോക്കുന്നത്. അച്ഛൻ ഭാസ്കരൻ പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നു കിടപ്പിലാണ്. പോരാത്തതിന് അമ്മ സുമതിക്ക് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചിട്ട് ഒരു മാസമേ ആയുള്ളൂ. തൻ്റെ താഴെയുള്ള 2 അനിയത്തിമാരെ നന്നായി പഠിപ്പിച്ച് വലിയ നിലയിലെത്തിക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ അച്ചുവിൻ്റെ മനസ്സിലുള്ളത്. തൻ്റെ ആഗ്രഹങ്ങളൊക്കെ അവൾ ആ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരു വൈകുന്നേരം ട്യൂഷൻ പഠിക്കാൻ വന്ന കുട്ടികളുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കുന്നതിനിടയിലാണ് മുറ്റത്തേക്ക് ഭവാനി അമ്മ ഏൽപ്പിച്ച പ്രകാരം മോഹനേട്ടൻ വരുന്നത്. അച്ചുവിൻ്റെ അച്ഛൻ ഭാസ്കരൻ പഴയ ചങ്ങാതി കൂടിയാണ് ഈ പറയുന്ന മോഹനേട്ടൻ. അദ്ദേഹത്തെ കണ്ടതും അച്ചുവിന് വലിയ സന്തോഷമായി. അവൾ എഴുന്നേറ്റ് ചെന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച്
വീടിൻ്റെ ആ ചെറിയ തിണ്ണയിലിരുത്തി. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു മക്കളെ, നാളെ എല്ലാവരും നേരത്തെ വരണേ. കുട്ടികൾ പുസ്തകം എടുത്ത് പുറത്തേക്ക് പോകുന്നത് നോക്കി മോഹനേട്ടൻ അച്ചുവിനോട് ചോദിച്ചു, ഞാൻ വന്നതുകൊണ്ടാണോ മോളെ കുട്ടികളെ നേരത്തെ വിട്ടത്? ഏയ് അല്ലേട്ടാ, ഇന്ന് പാലിൻ്റെ കാശ് വാങ്ങിക്കാൻ പോണം, അതുകൊണ്ടാ. അച്ചു മുഖത്ത് എപ്പോഴുമുള്ള ആ ചെറിയ ചിരിയോടെ മറുപടി നൽകി. അമ്മയില്ലേ മോളെ അകത്ത്? ആ ഉണ്ട്. അപ്പോഴാണ് അകത്തെ മുറിയിൽ നിന്നും ഒരു ചുമയോടെ അച്ഛൻ ഭാസ്കരൻ ചോദിക്കുന്നത്. ആരാ മോളെ അത്? മോഹനേട്ടൻ ഉമ്മറത്തു നിന്നും വിളിച്ചു പറഞ്ഞു. ഞാനാ ഭാസ്കര, മോഹനൻ. നീയോ മോഹന? നിന്നെ ഇപ്പോൾ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. ഇങ്ങോട്ട് കയറി വാടാ. നീ എന്താ പുറത്തിരിക്കുന്നേ? ഒരു വശം തളർന്നു കിടക്കുകയാണെങ്കിലും ചങ്ങാതിയുടെ ശബ്ദം കേട്ടപ്പോൾ ഭാസ്കരൻ്റെ ശബ്ദത്തിൽ വലിയ സന്തോഷം നിറഞ്ഞു. ഞാൻ മോളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് മോഹനൻ അകത്തേക്ക് കയറി ഭാസ്കരൻ്റെ കട്ടിലിൽ കിടക്കുന്ന അതിനോട് ചേർന്നിരിക്കുന്ന കസേരയിലേക്കിരുന്നു. ഭാസ്കരൻ ഉടനെ അച്ചുവിനെ വിളിച്ചു. അച്ചുവേ, ഇവനൊരു കാപ്പി ഇട്ടുകൊടുക്കും മോളെ. മോഹനേട്ടൻ അകത്തേക്ക് കയറിയിരുന്നതും അച്ചു അടുക്കളയിലേക്ക് നടന്നു. അപ്പോഴാണ് അമ്മ സുമതി മോഹനേട്ടൻ്റെ അരികിലേക്ക് ചെന്നത്. രോഗത്തിൻ്റെ ക്ഷീണം അമ്മയുടെ മുഖത്ത് വ്യക്തമായിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട് സുമതി? മോഹനേട്ടൻ ആവലാതിയോടെ ചോദിച്ചു. ഇപ്പോൾ വലിയ വേദനയൊന്നുമില്ല മോഹനേട്ട. അടുത്ത മാസം മുതൽ കീമോ തുടങ്ങാനാണ് ഡോക്ടർ പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് പെട്ടെന്ന് മാറ്റമൊക്കെ ഉണ്ടാകുന്ന പറയണത്. ഒരു നെടുവേർപ്പോടെ സുമതി പറഞ്ഞു നിർത്തി. എന്നിട്ട് അടുക്കള ഭാഗത്തേക്ക് നോക്കി സുമതിയുടെ ശബ്ദം പതുക്കെ ഇടറി. പാവ എൻ്റെ മോള്, ഒന്നിനും സമയമില്ലാതെ ഓടി നടക്കുക. എല്ലാത്തിനും അവൾ മാത്രമേ ഉള്ളൂ. സുമതിയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴാണ് അച്ചു അടുക്കളയിൽ നിന്നും ഒരു ഗ്ലാസ് ചായയുമായി അങ്ങോട്ടേക്ക് എത്തുന്നത്. അവൾ കാപ്പി ഗ്ലാസ് മോഹനൻ്റെ കൈകളിലേക്ക് കൊടുത്തു. അദ്ദേഹം അതിൽ നിന്നും കുറച്ചു കുടിച്ചതിന് ശേഷം ഭാസ്കരനെയും സുമതിയെയും മാറി മാറി നോക്കി. ഞാൻ യഥാർത്ഥത്തിൽ ഒരു കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നത്. ഇത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ അച്ചുവിനെയാണ്. മോഹനേട്ടൻ കാപ്പി ഗ്ലാസ് താഴെ വെച്ചുകൊണ്ട് പറഞ്ഞു. ഭാസ്കരനും സുമതിയും ആശ്ചര്യത്തോടെ അദ്ദേഹത്തെ നോക്കി. അച്ചുവും അവിടെ തന്നെ ഒതുങ്ങി നിന്നു. നമ്മുടെ തെക്കേത്തെ സതീശനെ ഓർമ്മയല്ലേ ഭാസ്കര? കേണൽ സതീശൻ. പട്ടാളത്തിൽ വെച്ചാണല്ലോ അവൻ മരണപ്പെട്ടത്. അവനൊരു മകനുണ്ട്, ബദ്രിനാഥ്. UK ജോലി. ഞാൻ ഇന്നലെ ഭവാനി അമ്മയെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, മോന് പറ്റിയ നല്ലൊരു കൊച്ചിനെ കിട്ടുമോ എന്ന്. ഭാസ്കരൻ ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, അത് പിന്നെ മോഹന, അവരൊക്കെ വലിയ ആളുകളല്ലേ. എൻ്റെ മോളെ അവർക്കൊക്കെ ആലോചിക്കാന്നൊക്കെ പറഞ്ഞ ഭാസ്കരനെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ മോഹനൻ ഇടക്ക് കയറി പറഞ്ഞു. അതൊന്നും നീ ഇപ്പം ആലോചിച്ച് വിഷമിക്കണ്ട. എനിക്കറിയാം നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ സമ്മതമല്ലാതെ ഞാൻ എങ്ങനെ അച്ചുവിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുക്കുക? നിങ്ങളുടെ സമ്മതം മാത്രം കിട്ടിയാൽ മതി. സമ്മതമാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതി. അദ്ദേഹം അച്ചുവിനെ നോക്കി സുമതിയോടായി തുടർന്നു. പിന്നെ ഈ ഒരു ആലോചന നിങ്ങളുടെ ഭാഗ്യമാണെന്ന് തന്നെ കൂട്ടിക്കോളൂ. ഇവളുടെ താഴെ ഇനി 2 എണ്ണം ഇല്ലേ? ഇവളെ നല്ലൊരു കയ്യിൽ ഏൽപ്പിച്ചാൽ പിന്നെ കുറേ സമാധാനമാകില്ലേ? എന്തായാലും നിങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനം പറയണം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഭാസ്കര, ഞാൻ വിളിക്കാം. അത്രയും പറഞ്ഞ് മോഹനൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. മോഹനൻ പടിയിറങ്ങിപ്പോയതും ആ ചെറിയ വീട്ടിൽ വലിയൊരു നിശബ്ദത പടർന്നു. ഭാസ്കരൻ കട്ടിൽ കിടന്ന് മേൽക്കൂരയിലേക്ക് നോക്കി എന്തോ ആലോചിക്കുകയാണ്. സുമതി കണ്ണീർ തുടച്ചുകൊണ്ട് അച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അച്ചു ഒന്നും മിണ്ടാതെ ഒഴിഞ്ഞ കാപ്പി ഗ്ലാസും കയ്യിലെടുത്ത് അടുക്കളയിലേക്ക് നടന്നു.